നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ് ഇതിൻ്റെമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ കോപ്പറേറ്റീവ് ലോയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ എങ്ങനെയാണ് ഇതിലേക്ക് സ്റ്റാർട്ടപ്പ് ചെയ്ത് ഫസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സൊസൈറ്റീസിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഫസ്റ്റ് ലെസണിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇന്ത്യയിൽ കോപ്പറേറ്റീവ് സ്ട്രക്ചറിനെ എന്ത് ചെയ്തിട്ടുണ്ട് 5 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യൽ സ്റ്റേജ്, അതായത് പ്രോബ്ലംസ് ഓഫ് ദി ഓപ്പണിംഗ് സ്റ്റേജ് 1904 മുതൽ 1911 വരെയുള്ള കാലഘട്ടമാണ് ഈ ഒരു ഇനീഷ്യേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഓഫ് ദി ഓപ്പണിംഗ് സ്റ്റേജ് എന്ന് അറിയപ്പെടുന്നത്. അതായത് ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും സ്വാഭാവികമായിട്ടും. ഫസ്റ്റ് ആയിട്ടുള്ള ഏത് നിയമം വരികയാണെങ്കിലും ഏത് ആക്ട് വരികയാണെങ്കിലും ഇറ്റ് വാസ് ദി ഫസ്റ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒന്നുണ്ടായിരിക്കും അതിൽ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ. ബിക്കോസ് ഇറ്റ് ഈസ് ദി ഇനീഷ്യൽ സ്റ്റേജ് ആണ്. ഇതിന് മുമ്പ് അങ്ങനത്തെ ഒരു ആക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല. അത് എന്ത് ചെയ്യണം, ഫസ്റ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്. സോ ഇറ്റ് വാസ് ദർ ഷുഡ് ഹാവ് മെനി പ്രോബ്ലംസ്. സോ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ്, initiation stage or problems of the opening stage. After finding the problems that should be modified, modification വരും ആക്ട് വരും. അതാണ് സെക്കൻഡ് സ്റ്റേജ്, മോഡിഫിക്കേഷൻ സ്റ്റേജ് ഓർ പീരീഡ് ഓഫ് ഹ്യൂറിഡ് എക്സ്പാൻഷൻ ആണ്. 1912 മുതൽ 1980 വരെയുള്ള കാലഘട്ടമാണ് എന്ത് ചെയ്യുന്നത് ഈ മോഡിഫിക്കേഷൻ, അതായത് മോഡിഫിക്കേഷൻ ചെയ്യുക, ആക്ട് എന്ത് ചെയ്യുക, മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ തേർഡ് വൺ ഓഫ് ദി എക്സ്പാൻഷൻ സ്റ്റേജ് ഓർ പീരീഡ് ഓഫ് അൺപ്ലാൻഡ് എക്സ്പാൻഷൻ, അതായത് വികസിക്കുന്ന ഒരു എക്സ്പാൻഷൻ ചെയ്യുന്ന സ്റ്റേജാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയപ്പെടുന്നത്. 1990 മുതൽ 1929 വരെയുള്ള കാലഘട്ടമാണ് അത് എക്സ്പാൻഷൻ സ്റ്റേജ് ആയിട്ട് അറിയപ്പെടുന്നത്. ദെൻ റീസ്ട്രക്ചറിങ് സ്റ്റേജ് ഓർ പീരീഡ് ഓഫ് റീ ഓർഗനൈസേഷൻ. ഇങ്ങനെയൊക്കെ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, കുറേ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി റീസ്ട്രക്ചർ ചെയ്യേണ്ടി വരും. അതായത് 1930 മുതൽ 1938 വരെയുള്ള കാലഘട്ടം. ദെൻ റിക്കവറി സ്റ്റേജ് ആണ്, പീരീഡ് ഓഫ് റിക്കവറി 1939 മുതൽ 1947. ഇങ്ങനെ 5 ഭാഗങ്ങളായിക്കൊണ്ട് രാജ്യത്തിൻ്റെ പ്രീ ഇൻഡിപെൻഡൻസിന് മുമ്പായിക്കൊണ്ട്, സ്വാതന്ത്ര്യത്തിന് മുമ്പായിക്കൊണ്ടുള്ള ഇന്ത്യയുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മേഖലയെ 5ആയിട്ട് തിരഞ്ഞെടുക്കാം. അതായത് ഇനീഷ്യൽ സ്റ്റേജ്, ദെൻ മോഡിഫിക്കേഷൻ സ്റ്റേജ്, ദെൻ എക്സ്പാൻഷൻ സ്റ്റേജ്, ദെൻ റീകൺസ്ട്രക്ഷൻ സ്റ്റേജ്, ദെൻ പീരീഡ് ഓഫ് റിക്കവറി എന്നറിയപ്പെടുന്ന സ്റ്റേജ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇസ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 25th March 1904. 1904 ആദ്യമായിക്കൊണ്ട് ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിന്ന് രൂപീകരിക്കപ്പെടുന്നത്. 25th March 1904. ദ ഒബ്ജക്റ്റ് ഓഫ് ദിസ് ആക്ട് ആസ് സ്റ്റേറ്റഡ് ഇൻ ദി പ്രിയാമ്പിളിൽ പറയുന്ന പോലെ എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ടു വാസ് ടു എൻകറേജ് ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ് ആൻഡ് കോപ്പറേഷൻ എമംഗ് അഗ്രികൾച്ചറിസ്റ്റ്, ആർട്ടീഷ്യൻസ് ആൻഡ് പേഴ്സൺസ് ഓഫ് ലിമിറ്റഡ് മീൻസ്. എന്ത് ചെയ്യുക, പരസ്പരം സഹായിക്കുക, എൻകറേജ് ത്രിഫ്റ്റ് എന്ന് പറയുന്നതാണ് എല്ലാവരും പൈസ കൊടുത്തുകൊണ്ട് ഒരു നിശ്ചിത എമൗണ്ട് എല്ലാവരും എന്ത് ചെയ്ത് ഡെപ്പോസിറ്റ് ആയിക്കൊണ്ട് രൂപീകരിച്ചുകൊണ്ട് ത്രിഫ്റ്റ് ആയിക്കൊണ്ട് എൻകറേജ് ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ് സ്വയം സഹായം, ആൻഡ് കോപ്പറേഷൻ സഹകരണം. ആരൊക്കെ? എമംഗ് അഗ്രികൾച്ചറിസ്റ്റ് കൃഷിക്കാരും, ആർട്ടീഷ്യൻസും ആൻഡ് പേഴ്സൺസ് ഓഫ് ലിമിറ്റഡ് മീൻസ്, അതായത് കുറഞ്ഞ ഉപശേഷിയുള്ള മനുഷ്യന്മാരുടെ ഒരു കൂട്ടായ്മ, കോപ്പറേഷൻ. എങ്ങനെയാണ് കോപ്പറേഷൻ ഉണ്ടാക്കുന്നത്? ബൈ സെൽഫ് ഹെൽപ്പ്, സ്വയം സഹായിച്ചുകൊണ്ടും അതോടൊപ്പം എന്ത് ചെയ്യുന്നു, ബൈ ദർ ത്രിഫ്റ്റ് എമൗണ്ടോടെ എന്ത് ചെയ്യുക, ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവായിട്ട്. ഈ ആക്ടിലുണ്ടായിരുന്നത് 29 സെക്ഷൻസ് ആയിരുന്നുണ്ടായിരുന്നത്. ദ ആക്ട് വാസ് കണ്ടെയ്ൻഡ് 29 സെക്ഷൻസ്. ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വാസ് റെസ്ട്രിക്റ്റഡ് ടു ഓൺലി ക്രിയേഷൻ ഓഫ് ഓൺലി ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ആദ്യത്തെ നിയമത്തിൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്ന സമയത്ത് അവരെന്തിനെ സമ്മതിച്ചിട്ടുള്ളൂ? ദേ ആർ റെഡി ടു ക്രിയേഷൻ ഓഫ് ഓൺലി ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രൂപീകരിക്കാം എന്നുള്ളത് മാത്രമായിരുന്നു എന്തെന്ന് അവരുടെ റൂളായിട്ടുണ്ടായിരുന്നത്. ദിസ് ആക്ട് വാസ് പാസ്ഡ് ഓൺ ദി മോഡൽ ഓഫ് ഇംഗ്ലീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896. 1896 ബ്രിട്ടീഷ് മോഡൽ ഫ്രണ്ട്ലി സൊസൈറ്റിയുടെ രൂപത്തിലാണ് എന്ത് ഈ ഒരു ആക്ട് പാസ്സാക്കുന്നത്. അപ്പോൾ 29 സെക്ഷൻസാണ് ഉണ്ടായിരുന്നത്. അതെന്തായിരുന്നു? ഓൺലി ഈ സൊസൈറ്റീസ് ആക്ട് എന്തുമാത്രം റെസ്ട്രിക്ഷൻ ചെയ്തതെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ള മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദിസ് ഫീച്ചേഴ്സാണ്: എനി 10 persons ലിവിങ് ഇൻ സെയിം ഏരിയ
could form a cooperative society. മെയിനായിട്ട് പറയുന്നത് any 10 person living in the same area could form a cooperative society for the encouragement of thrift, self-help and cooperation among the members. മെമ്പേഴ്സിൻ്റെ ഇടയിൽ പരസ്പരം സഹായം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എങ്ങനെയാണ് എൻകറേജ്മെൻറ്റ് ഓഫ് ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ് ആൻഡ് കോപ്പറേഷൻ among the members എന്ന ലക്ഷ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഏത് 10 ആളുകൾക്കും any 10 persons can create a cooperative society എന്ന് പറഞ്ഞാൽ അവരെന്തായിരിക്കണം, ദേ ആർ ലിവിങ് ഇൻ ദി സെയിം ഏരിയ, പല ഭാഗത്തുള്ള ആളുകൾ, അതായത് ഒരു പ്രദേശത്തുള്ള 10 ആളുകൾക്ക് കൂടിയിട്ട് എന്ത് ചെയ്യാം, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. Then the second point, there can be a rise fund by deposit from members as well as loans from the non-members, government and other cooperative societies, and to distribute these funds as loans to members or within the permission of register to other cooperative societies. അപ്പോൾ മനസ്സിലാക്കുക അവരുടെ മെയിൻ എങ്ങനെയാണ് പൈസ കൊണ്ടുവരുന്നത്. The chief objectives of the cooperative society was to be rise fund by deposit from members as well as loans from non-members. അപ്പോൾ എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ആയിക്കൊണ്ട് ഫണ്ട് കണ്ടെത്താം, എങ്ങനെ, ബൈ ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് ആയിക്കൊണ്ട് പണം സ്വീകരിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ബൈ ലോൺ ഫ്രം നോൺ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ലോൺ ആയിക്കൊണ്ടോ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർ അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് മറ്റുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ലോൺ ആയിക്കൊണ്ടോ എടുക്കുക എന്നുള്ളതാണ്. എങ്ങനെ ഫണ്ട് കണ്ടെത്തുക, ഇങ്ങനെ കണ്ടെത്തുന്ന ഫണ്ട് എന്ത് ചെയ്യണം, ദ കാൻ ബി ഡിസ്ട്രിബ്യൂട്ട് ദിസ് ഫണ്ട് ആസ് എ ലോൺ ടു മെമ്പേഴ്സ്. ഈ കണ്ടെത്തുന്ന ഫണ്ട് എന്തായിട്ട് ഉപയോഗിക്കുക, മെമ്പേഴ്സിന് ലോൺ ആയിക്കൊണ്ട് നൽകുക, അല്ലെങ്കിൽ അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദിസ് ഫണ്ട്സ് ലോൺസ് ടു മെമ്പേഴ്സ് ഓർ വിത്ത് പെർമിഷൻ ഓഫ് ദി രജിസ്റ്റർ ടു അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. എന്ത് ചെയ്യണം, മറ്റുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അത് എങ്ങനെ വേണം, വിത്തിൻ ദി പെർമിഷൻ ഓഫ് ദി രജിസ്ട്രാർഡ് പെർമിഷനോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതാക്കുന്നത്. അപ്പം മനസ്സിലാക്കണ്ടേ, രജിസ്ട്രാർ എന്നുള്ളത് വലിയ സംഭവമായിട്ടാണ് കാണുന്നത് അല്ലേ. അപ്പം എന്താണ്, രജിസ്ട്രാർ വാസ് ദി, he will be the under the, all societies will be the under the administrative control of the registrar. So the cooperative societies in each province were to be under the control of and administration of the registrar of cooperative societies. He will be appointed by the central government. And the next point, he will be appointed by the central government. അപ്പോൾ രജിസ്ട്രാറുടെ കീഴിലായിരിക്കും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. രജിസ്ട്രാർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്, സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ അക്കൗണ്ട്സ് ടു ബി ഓഡിറ്റഡ് ബൈ ദി രജിസ്ട്രാർ. രജിസ്ട്രാർ എന്ത് ചെയ്യും, ഇവരുടെ അക്കൗണ്ട്സുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യും. അക്കൗണ്ട്സ് ടു ബി ഓഡിറ്റഡ് ബൈ ദി രജിസ്ട്രാർ. എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യുന്നത്, ആനുവലി, ഓരോ വർഷം എന്ത് ചെയ്യണം രജിസ്ട്രാർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ബുക്ക് അക്കൗണ്ട്സ് ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഓഡിറ്റ് ചെയ്യേണ്ടി വരും. അത് ഫ്രീ ഓഫ് കോസ്റ്റ്, പൈസ ഒന്നും ഈടാക്കാൻ പറ്റില്ല, ഫ്രീ ആയിക്കൊണ്ട് എന്ത് വരും ചെയ്യേണ്ടി വരും. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ദ അക്കൗണ്ട്സ് ഓഫ് ദി സൊസൈറ്റീസ് വർ ടു ബി ഓഡിറ്റഡ് ബൈ ദി രജിസ്ട്രാർ ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ദ സൊസൈറ്റീസ് വർ ക്ലാസിഫൈഡ് ഇൻ ടു 2, രണ്ടായിട്ട് തിരഞ്ഞെടുക്കാം. എന്താണ്, റൂറൽ ആൻഡ് അർബൺ സൊസൈറ്റീസ്. റൂറൽ സൊസൈറ്റീസ് എന്നും അർബൺ സൊസൈറ്റീസ് എന്നും എന്ത് ചെയ്യാം, തിരഞ്ഞെടുക്കാൻ പറ്റും. ദെൻ 4/5 ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി റൂറൽ സൊസൈറ്റീസ് വർ ടു ബി അഗ്രികൾച്ചറിസ്റ്റ് ആൻഡ് ഓഫ് അർബൺ സൊസൈറ്റീസ് നോൺ അഗ്രികൾച്ചറിസ്റ്റ്. ഇനി മെമ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ 4/5, 5/4 ആളുകളും ഗ്രാമീണ പ്രദേശത്തിലാണെങ്കിൽ എന്തായിരിക്കണം, അഗ്രികൾച്ചറിസ്റ്റ്, കൃഷിക്കാരായിരിക്കണം. 5/4 പേരും എന്തായിരിക്കണം, കൃഷിക്കാരായിരിക്കണം. ഇനി ഇത് അർബൺ സൊസൈറ്റി ആണെങ്കിലോ ദർ ഷുഡ് ബി നോൺ അഗ്രികൾച്ചർ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് 4/5 ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് റൂറൽ സൊസൈറ്റീസ് വേർ ടു ബി അഗ്രികൾച്ചറിസ്റ്റ് ആൻഡ് ഓഫ് അർബൺ സൊസൈറ്റീസ് നോൺ അഗ്രികൾച്ചറിസ്റ്റ്. ഗ്രാമീണ പ്രദേശത്താണെങ്കിൽ 5/4 കൃഷിക്കാരായിരിക്കണം. ഇത് നഗരപ്രദേശങ്ങളിലാണെങ്കിൽ എന്തായിരിക്കണം, അത് 5/4 കൃഷിക്കാരല്ലാത്തവരും ആയിത്തീരണം. എന്നാണ് പറയുന്നത്. The rural societies were to be organized on the basis of unlimited liability, while in the case of urban societies the liability of members could be either limited or unlimited according to the desire of members. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ സൊസൈറ്റീസിൻ്റെ ലാബിലിറ്റി നിശ്ചയിക്കുന്ന സമയത്ത് അത് റൂറൽ സൊസൈറ്റി ആണെങ്കിൽ അതെന്തായിരിക്കണം, ഷുവർലി ഇറ്റ് ഷുഡ് ബി അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും. പക്ഷേ അത് അർബൺ സൊസൈറ്റി ആണെങ്കിൽ ദ ലാബിലിറ്റി ഓഫ് മെമ്പേഴ്സ് കുഡ് ബി either limited or unlimited according to the desire of members. അത് ലിമിറ്റഡ് ലാബിലിറ്റി സൊസൈറ്റീസും ആകാം, അൺലിമിറ്റഡ് ലാബിലിറ്റി സൊസൈറ്റീസും ആകാം. അതെന്താണ്, ആസ് പെർ ദി വിഷ് ഓഫ് മെമ്പേഴ്സാണ്. മെമ്പേഴ്സിൻ്റെ ആഗ്രഹം പോലെ എന്ത് ചെയ്യാൻ പറ്റും, ദേ കൻ ബി ഡിസൈർ അല്ലെങ്കിൽ ദേ കൻ ബി ഡിസൈഡ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, സോ ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡ്, if it is a rural society it will be unlimited liability. If it is an urban society the members can decide or choose whether it is unlimited liability or limited liability society. ശ്രദ്ധിക്കാളെ. നെക്സ്റ്റ് ആണ്, ഇൻ ദി കേസ് ഓഫ് റൂറൽ സൊസൈറ്റീസ് ഡിവിഡൻസ് were not to be paid
to the members and surplus funds were to be deposited to reserve fund. അപ്പോൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കണ്ടേ, റൂറൽ സൊസൈറ്റി ആണെങ്കിൽ എന്ത് ചെയ്യില്ല, ഡിവിഡൻഡ് മെമ്പേഴ്സിന് കൊടുക്കൂല. ഡിവിഡൻഡ് ഷുഡ് നോട്ട് ബി ഗിവൺ ടു റൂറൽ മെമ്പേഴ്സ്. റൂറൽ മെമ്പേഴ്സിന് എന്ത് ചെയ്യില്ല, അത് ഡിവിഡൻഡ് കൊടുക്കുക. റൂറൽ സൊസൈറ്റി ആണെങ്കിൽ, റൂറൽ സൊസൈറ്റിയാണ് റൂറൽ മെമ്പേഴ്സ് ഉണ്ടാക്കുക. അപ്പോൾ റൂറൽ സൊസൈറ്റീസിൽ എന്ത് ചെയ്യില്ല, ഡിവിഡൻഡ് കൊടുക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി ആ സർപ്ലസ് എമൗണ്ട് എന്തായിട്ട് ഇതാക്കും, റിസർവ് ഫണ്ടായിക്കൊണ്ട് അവരെന്ത് ചെയ്യും, ഇനി ബാക്കിയുള്ള ലാഭമുള്ള പൈസ എന്ത് ചെയ്യും, പ്രോഫിറ്റ് എമൗണ്ട് എന്ത് ചെയ്യും, ദ ഷുഡ് ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ ഫോം ഓഫ് റിസർവ് ഫണ്ട്. ദെൻ when this fund would be grow beyond this limit, bonds might be distributed to the members of urban societies but nothing rural societies. ഇനി ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അർബൺ സൊസൈറ്റിയിലാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ഒരു എമൗണ്ടിലധികം പോയി കഴിഞ്ഞാൽ ആ പൈസയിൽ നിന്നൊരു എമൗണ്ട് എന്ത് ചെയ്യും, അർബൺ സൊസൈറ്റീസിലെ മെമ്പേഴ്സിൽ എന്തായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു, ബോണസായിട്ട് നൽകിയിരുന്നു. റൂറൽ സൊസൈറ്റീസ് ഒന്നുമില്ല, നത്തിങ് ഷുഡ് ബി ഗിവൺ, ഇറ്റ് ഇസ് ദ ഓൾ എമൗണ്ട്, ദ ഹോൾ എമൗണ്ട് ഷുഡ് ബി will be moved to the surplus ലിസ്റ്റിലേക്ക് എന്ത് ചെയ്യും, ഇപ്പം ഒരു എമൗണ്ടോ കാര്യങ്ങളൊന്നും കിട്ടില്ല. അർബൺ സൊസൈറ്റിയാണ് എന്ത് ചെയ്യും, ബോണസിൻ്റെ ഫോമത്തിൽ എന്ത് ചെയ്യും, ലഭിക്കും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ദ ലോൺ ഷുഡ് ബി ഗിവൺ ഓൺ ദി ബേസ് ഓഫ് ലോൺ ഷുഡ് ബി ഗിവൺ ടു മെമ്പേഴ്സ് ഓൺ ദി ബേസ് ഓഫ് റിയൽ സെക്യൂരിറ്റീസ്. റിയൽ സെക്യൂരിറ്റീസിൻ്റെ പുറത്ത് തന്നെ എന്ത് ചെയ്യുന്നത്, നൽകിയിരുന്നത്. റിയൽ സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ നമുക്കിപ്പോൾ വീടിൻ്റെ സ്ഥലം അല്ലേ, വീടും പറം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ആധാരം അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ്, പ്രോപ്പർട്ടീസ്, സ്ഥലം അല്ലെ നിൽക്കുന്നത്, അത് റിയൽ സെക്യൂരിറ്റിയാണ്, ഉണ്ടാകും. എവിടെ പോയി നോക്കിയാൽ ഇത് ഈ കാണുന്ന സ്ഥലത്തിൻ്റെ പുറത്താണ് ലോൺ വാങ്ങുന്നത്. അല്ലാതെ ഗോൾഡ് മറ്റോ റിയൽ സെക്യൂരിറ്റി, സ്വർണം അല്ലെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് റിയൽ ആയിട്ട് അവിടെ കാണാൻ പറ്റുന്നത്. അല്ലാതെ വ്യക്തികളോ അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന എമൗണ്ട് അങ്ങനെയൊന്നുമില്ല. ഇറ്റ് ഇസ് ഓൺ ദ ബേസ് ഓഫ് റിയൽ സെക്യൂരിറ്റിൻ്റെ പുറത്ത് എന്ത് ചെയ്ത് മെമ്പേഴ്സിന് ലോൺ വാങ്ങാമായിരുന്നു. ഇൻട്രസ്റ്റ് കൊടുത്തിരുന്നു, ആളുകൾക്ക് ഇൻട്രസ്റ്റ് കൊടുത്തിരുന്നു അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ഷെയർസ് ടു എനി മെമ്പർ ഇസ് ലിമിറ്റഡ് 1/5 ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓർ ₹1000 വിച്ച് അവർ ഇസ് ലെസ്. ശ്രദ്ധിക്കേണ്ടത്, ഇൻട്രസ്റ്റ് ഷെയറിൻ്റെ പുറത്ത് മെമ്പേഴ്സിൽ ഇൻട്രസ്റ്റ് കൊടുത്തിരുന്നു. എങ്ങനെയായിരുന്നു, ഒന്നെങ്കിൽ 1/5 ഓഫ് ദി ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ₹1000 വിച്ച് അവർ ഇസ് ലെസ്. ഒന്നെങ്കിൽ ₹1000 അല്ലെങ്കിൽ 1/5 ഓഫ് ദി ഷെയർ ക്യാപിറ്റൽ ഏതാണോ കുറവ് ആ എമൗണ്ട് ആയിരുന്നു കൊടുത്തിരുന്നത്. Then members could purchase shares only up to the limit fixed under the act. മെമ്പേഴ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, എത്രയും ഷെയർ വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മെമ്പേഴ്സിന് ആക്ട് പ്രകാരം ലിമിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെയറുകളോ കാര്യങ്ങളോ ഒന്നും വാങ്ങാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. Then the credit societies were to be exempted from the payment of രജിസ്ട്രേഷൻ ഫീ ആൻഡ് ടാക്സസ് ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടി. അവർക്ക് എന്തെന്നൊക്കെ ഇതായിരുന്നു, അവരെ ടാക്സ് കൊടുക്കുന്നതിനും അതേപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസിൽ നിന്നും അതേപോലെ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സൊസൈറ്റീസ് ഫോർ ടു ബി എക്സംപ്റ്റഡ് ഫ്രം ദി പേയ്മെൻറ്റ് ഓഫ് രജിസ്ട്രേഷൻ ആൻഡ് ടാക്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് സൊസൈറ്റീസ് വർ ലിമിറ്റഡ്. അപ്പോൾ മെയിനായിട്ട് കൊണ്ട് നമ്മൾ രണ്ട് രീതിയിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇതാക്കുന്നത്, റൂറൽ ആൻഡ് അർബൺ എന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെ സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ട് രീതിയിലാണ്, റൂറൽ ആൻഡ് അർബൺ. ഏതെങ്കിലും 10 ആളുകൾക്ക് കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരേ പ്രദേശത്ത് ജീവിക്കുന്ന 10 ആളുകൾക്ക് കൂടിയിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാമായിരുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഫണ്ട് കണ്ടെത്തൽ എങ്ങനെയാണ്, ബൈ വേ ഓഫ് ഡെപ്പോസിറ്റ് ഫ്രം ദി മെമ്പേഴ്സ് ആൻഡ് ലോൺ ഫ്രം ദി ഗവൺമെൻറ് ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മറ്റുള്ള കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള കോപ്പറേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ലോൺ ആയിക്കൊണ്ട്, ഗവൺമെൻറ് കയ്യിൽ നിന്ന് ലോൺ ആയിക്കൊണ്ടൊക്കെ ഫണ്ട് കണ്ടെത്ത്. പിന്നെ ഈ ഫണ്ട് എന്ത് ചെയ്യാം, ദ ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു മെമ്പേഴ്സ് ആസ് ദി ഫോം ഓഫ് ലോണിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്തു, മെമ്പേഴ്സിൻ്റെ ഇടയിൽ തന്നെ എന്ത് ചെയ്യും, അത് വീതം വെക്കുകയും ചെയ്തിരുന്നു എന്നുള്ള. ദെൻ രജിസ്ട്രാർഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൻ്റെ കീഴിലായിരുന്നു എന്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രൂപീകരിച്ചിരുന്നത്. രജിസ്ട്രാർക്കാണ് പൂർണ്ണമായിട്ട് അധികാരമുള്ള. രജിസ്ട്രാർ എന്ത് ചെയ്യണം, ഇവയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ചെയ്യണം, ഫ്രീ ഓഫ് കോസ്റ്റിൽ അറ്റ് ആനുവലി, ഓരോ വർഷവും എന്ത് ചെയ്യണം, അത് ഫ്രീ ആയിക്കൊണ്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ രജിസ്ട്രാർ അപ്പോയിൻ്റ് ചെയ്യാനുള്ള അധികാരന്മാർക്കായിരുന്നു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടായിരുന്നത്. ഇനി മെമ്പേഴ്സ് ആണെങ്കിൽ തന്നെ ഗ്രാമീണ പ്രദേശ സൊസൈറ്റി ആണെങ്കിൽ അതിൽ 4 ഭാഗം എന്തായിരിക്കണം, ഷുഡ് ബി അഗ്രികൾച്ചറിസ്റ്റ്. അർബൺ സൊസൈറ്റി ആണെങ്കിൽ നോൺ അഗ്രികൾച്ചറിസ്റ്റും ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ലോണുകൾ കൊടുക്കണം, ഓൺ ദ ബേസ് ഓഫ് റിയൽ സെക്യൂരിറ്റിയുടെ പുറത്തായിട്ട് കൊടുക്കേണ്ടത്. ഡിവിഡൻ്റ് ഒന്നും കൊടുക്കില്ല. അർബൺ സൊസൈറ്റി ആണെങ്കിൽ ബോണസ് കൊടുത്തിരുന്നു, റൂറൽ സൊസൈറ്റി ആണെങ്കിൽ ഒന്നുമില്ല എന്നുള്ളതാണ് പറയുന്നത്. എക്സെപ്റ്റഡ് ഫ്രം ദി ടാക്സ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീ, മറ്റുള്ളതിൽ നിന്നൊക്കെ അത് എക്സെപ്റ്റ് ചെയ്തിരുന്നു. അവിടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ഏരിയയിലേ കാണുന്നുള്ളൂ. ദെൻ ഇനീഷ്യൽ സ്റ്റേജിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള
കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അന്നത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ള. ഓൺലി ക്രെഡിറ്റ് സൊസൈറ്റീസ് വിത്ത് സ്മോൾ ഏരിയ ഓഫ് ഓപ്പറേഷൻ വേസ് രജിസ്റ്റേർഡ്. ചെറിയൊരു ഏരിയ ഓഫ് ഓപ്പറേഷനുള്ള ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മാത്രമേ എന്തിട്ടുള്ളൂ, അന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ, അന്ന് അതിന് മാത്രമേ പ്രൊവിഷൻ ഉള്ളൂ. സോ ഓൺലി ക്രെഡിറ്റ് സൊസൈറ്റീസ് വിത്ത് സ്മോൾ ഏരിയ ഓഫ് ഓപ്പറേഷൻ were registered. All the initiation and promotion were taken by government or government officials. അന്നത്തെ എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുക്കുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്ന ആരാണ്, ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഒഫീഷ്യൽസോ ആണ് അതിന് ഇനീഷ്യേഷൻ എടുക്കുന്നത്. സോ ആൾ ദി ഇനീഷ്യേഷൻ ആൻഡ് പ്രൊമോഷൻസ് were taken up by the government or government officials എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ അത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ഗവൺമെൻറ് ലോൺ. ഗവൺമെൻറ്റിൻ്റെ ലോണായിരുന്നു അവിടെ നിന്ന് മെയിനായിക്കൊണ്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. ദ സൊസൈറ്റീസ് വർ റൺ ബൈ പേഴ്സൺസ് ഹു വർ നോട്ട് അവെയർ അബൌട്ട് ദി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആൻഡ് പ്രാക്ടീസ്. സോ every societies were run by the persons who are totally unaware about the cooperative principle, cooperative policies, whatever it is. കോപ്പറേറ്റീവ് എന്ന പ്രിൻസിപ്പിൾസിനെ കുറിച്ചോ പ്രാക്ടീസസിനെ കുറിച്ചോ കോപ്പറേറ്റീവ് പോളിസീസിനെ കുറിച്ചോ ഒന്നും അറിയാത്ത ആളുകളായിരുന്നു അന്ന് എന്ത് ചെയ്തിരുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൺ ചെയ്തിരുന്നത്. ദെൻ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് റിസൾട്ട്സ് ഇൻ ഓർഡിനറി ഡിലേസ് ഓൾ ആക്ടിവിറ്റീസ് ഈവൻ ഗിവണിങ് ലോൺസ്. അന്നത്തെ മെയിൻ പ്രശ്നം വെച്ചാൽ എല്ലാം എവറിത്തിങ് ഷുഡ് ബി വെരി കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ. ഒരു ലോണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടണമെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഡിലേസ് വരുത്തി ലോൺ കിട്ടണമെങ്കിൽ ഭയങ്കര ഡിലേ, കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ്, പേപ്പർ വർക്ക്സ് അന്നദർ, അതൊക്കെ അന്നത്തെ മെയിൻ ഒരു സ്പെഷ്യാലിറ്റീസ്, അന്നത്തെ പ്രത്യേകതകളായിരുന്നു. ദർ വാസ് ഇൻഎഫിഷ്യൻസി ആൻഡ് നെപ്പോട്ടിസം ബൈ ഒഫീഷ്യൽസ് ഹു ഹാഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി മൂവ്മെൻറ്റ്. നെപ്പോട്ടിസമാണ്, അതായത് സ്വജനപക്ഷപാതവും അതുപോലെ ഇൻഎഫിഷ്യൻസിയൊക്കെ അന്നത്തെ മറ്റൊരു ഇഷ്യൂസായിരുന്നു. ഇറ്റ് ക്രിയേറ്റ്സ് എ ടെൻഡൻസി ഇൻ ദ മൈൻഡ്സ് ഓഫ് പീപ്പിൾ ദാറ്റ് കോപ്പറേറ്റീവ് വാസ് എ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്. ഗവൺമെൻറ് ലോൺ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്, ഗവൺമെൻറ്റാണ് ഇതിൻ്റെ ആവശ്യമുള്ള പ്രൊമോഷൻ വർക്കുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ ദ പീപ്പിൾ തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് വാസ് ദി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഇറ്റ് ഈസ് ദി അനദർ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇറ്റ് ഈസ് ദി പീപ്പിൾസ് ഗ്യാതറിങ്, അല്ലെ, പീപ്പിൾസിൻ്റെ ഗ്യാതറാണ്, ജനങ്ങളുടെ കൂട്ടമാണ്. എന്തിനു വേണ്ടിയിട്ട്, ഫോർ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള അവരുടെ കൂട്ടത്തെയാണ് എന്ത് ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. പക്ഷേ ആളുകൾ പീപ്പിൾ തിങ്ക് ദാറ്റ് ഇറ്റ് വാസ് ഗവൺമെൻറ് സ്പോൺസേഡ് പ്രോഗ്രാം, ഇറ്റ് ഈസ് ദി അനദർ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതായിരുന്നു അവിടെ തിങ്ക് ചെയ്തത്. 1904 ആക്ടിൻ്റെ മെയിൻ ലിമിറ്റേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഡിഡ് നോട്ട് ഗിവ് ലീഗൽ പ്രൊട്ടക്ഷൻ ടു സൊസൈറ്റീസ് ഫോംഡ് ഫോർ പർപ്പസ് ഓഫ് അതർ ദാൻ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലാതെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് രൂപീകരിച്ചിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അതിനൊന്നും എന്തില്ല, ലീഗലി സപ്പോർട്ട് അന്നുണ്ടായിരുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമായിരുന്നു. ഓൺലി പെർമിഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഗിവൺ ബൈ ടു ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് എന്തിരുന്നത് പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നത്. There was no provision for the formation of central agencies such as central banks or unions for the financing primary societies. ഇത്തരത്തിലുള്ള പ്രൈമറി ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിയൻ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് സെൻട്രൽ ബാങ്കുകളോ യൂണിയൻ ബാങ്കുകളോ കാര്യങ്ങളൊന്നും ഇതിൻ്റെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒക്കെ അവർ മാത്രം തന്നെ. അപ്പോൾ അത് മറ്റൊരു ഇഷ്യൂസ് ആയിരുന്നു. നോ പ്രൊവിഷൻ ഫോർ ദി ഫോർമേഷൻ ഓഫ് സെൻട്രൽ ഏജൻസീസ് ലൈക്ക് സെൻട്രൽ ബാങ്ക്സ് ഓർ യൂണിയൻ ബാങ്ക് ഫോർ ദി ഹെൽപ്പിംഗ് ഓർ ഫിനാൻസിങ് പ്രൈമറി സൊസൈറ്റീസ്. ഇനി കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് രൂപീകരിച്ചിട്ടുള്ള ഡിവൈഡ് ചെയ്തിട്ടുള്ള ക്ലാസിഫൈ ചെയ്തിട്ടുള്ള രണ്ടായിട്ടാണ്, റൂറൽ ആൻഡ് അർബൺ എന്നുള്ളതാണ്. ഇറ്റ് വാസ് അൺസയൻറ്റിഫിക് ആൻഡ് ഇറ്റ് വാസ് ടു ബി അൺസ്യൂട്ടബിൾ ആയിരുന്നു. എങ്ങനെയാണെന്ന് ഉദ്ദേശിച്ച് അൺസയൻറ്റിഫിക് ആയിട്ടാണ് അത് ചെയ്തിരുന്നത്, അത് തന്നെ എന്താണ് അതുകൊണ്ട് തന്നെ അൺസ്യൂട്ടബിൾ ആയിട്ടും എന്ത് രൂപീകരിച്ചു. ഇറ്റ് ഡിഡ് നോട്ട് പ്രൊവൈഡ് സെക്യൂരിറ്റി ഫോർ ദി നോൺ മെമ്പേഴ്സ്. നോൺ മെമ്പേഴ്സിന് ഒരു തരത്തിലുള്ള സെക്യൂരിറ്റിയോ കാര്യങ്ങളോ, ഒരുപാട് പ്രൊമോട്ടേഴ്സ് ഉണ്ടായിരിക്കും, അവർക്കൊന്നും എന്തില്ല ഒരുവിധ സഹായങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, അവർക്കൊന്നുമില്ല സെക്യൂരിറ്റിയോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പ്രിൻസിപ്പൾ ഇൻവോൾവ്ഡ് ദാറ്റ് നോ ഡിവിഡൻഡ് വാസ് ഗിവൺ ദ ഷെയർ ഹോൾഡേഴ്സ് വാസ് ഗ്രേറ്റ് ഡിഫക്റ്റ്. അത് നമ്മൾ ഒരുപാട് പൈസ ഇതിന് വേണ്ടി ഇറക്കി, പക്ഷെ ഒരു ഡിവിഡൻഡ് പോലും ലഭിക്കാതിരുന്നാൽ സ്വാഭാവികമായിട്ടും നേരം പീപ്പിൾ പറയും വെരി ഡിപ്രസ്ഡ് ആയിപ്പോവും. സോ ഇറ്റ് ഈസ് വെരി അനദർ ഇഷ്യൂ. അതായത് ഡിവിഡൻഡ് പോലും ഇല്ല, ഒരുപാട് ആളുകൾക്ക് ഡിവിഡൻഡ് ഇല്ല എന്നുള്ള മറ്റൊരു ഇഷ്യൂസ് ആയിരുന്നു. ആരും എന്തില്ല, പിന്നെ ആരും പണം അടക്കാൻ തയ്യാറാക്കില്ല, അത് മറ്റൊരു പ്രശ്നമാണ്. ഇറ്റ് ഡിഡ് നോട്ട് പ്രൊവൈഡ് ഫോർ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻ റൂറൽ സൊസൈറ്റീസ്. റൂറൽ സൊസൈറ്റീസിൽ ലാഭം പ്രോഫിറ്റ് ഓരി വെക്കുന്ന കാര്യം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന കാര്യമേ ചർച്ച ചെയ്തില്ല. അർബൻ സൊസൈറ്റിയിലാണെങ്കിൽ വൺ ദ ഫോം ഓഫ്
സർപ്ലസ് ബോണസ് ആയിട്ട് എന്തെങ്കിലും കുറച്ച് പൈസയിൽ കൊടുത്തിരുന്നു. ഇവിടെ അതുമില്ല. The profession of final audit by registered audit free of cost became difficult as the number of societies had increased considerably. അപ്പോൾ തുടക്കത്തിലൊക്കെ ഒരു 1-2 സൊസൈറ്റീസിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, രജിസ്ട്രാർക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്പർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻഗേഡ് ഇയർ അല്ലെങ്കിൽ മന്ത്ലി ഓരോ മാസവും എന്ത് ചെയ്യുന്നു, മറ്റേ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി, എണ്ണം വളരെയധികം കൂടാൻ തുടങ്ങി. സോ the registrar has become difficult to audit these cooperative societies free of cost. ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ട് ഇത് മാറി എന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് 1904 ആക്ടിലെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ്, അതിൻ്റെ ലിമിറ്റേഷൻസ്, സ്പെഷ്യാലിറ്റീസൊക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, അടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. താങ്ക് യു.